ഞാൻ ഒരു കടലക്കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. തേങ്ങയൊന്നും ചേർക്കാത്ത അടിപൊളി കടലക്കറി എങ്ങനെ വയ്ക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് കടല എടുത്ത് വെള്ളത്തിയിട്ടിരുന്നത്. ഇതിന് നമുക്ക് ഒരു കുക്കറിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കടല നല്ലവണ്ണം ആദ്യം വേവിച്ചെടുക്കാം. ഓക്കെ, കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് അല്പം ഉപ്പും കൂടെ ഞാനൊന്ന് ചേർക്കുവാണ്. എന്നിട്ട് ഇത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. കടല കുക്കറിൽ വേവുന്ന സമയം നമുക്കൊരു ചെറിയൊരു സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു സവാളയും ഒരു തക്കാളിയും അരിഞ്ഞ് ഒന്ന് എടുക്കാവേ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വരുന്ന സമയം ഈ പച്ചമുളകും തക്കാളിയും കൂടെ ഒന്ന് ഇടാം. അതൊന്ന് വഴണ്ടിരിക്കട്ടെ. ഇത് ഏകദേശം നല്ലവണ്ണം വരണ്ട് വന്നിട്ടുണ്ട്. ആ സമയം നല്ല മുളകും കൂടെ വറുത്തത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയത്, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഗ്രേവിയാക്കി എടുക്കണം. ഓക്കെ, ഇതല്പം ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല എടുത്ത് തട്ടണം. ആ കടലയൊക്കെ നല്ലവണ്ണം വെന്ത് പാകമായിട്ടുണ്ട്. ഇത് ഈ അരച്ച് വെച്ചിരുന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് തട്ടുവാണേ. അതൊന്ന് കിടന്നോട്ടെ. അതിന് മുമ്പ് ഞാനൊരു കുറച്ച് കടല ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം കടല മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി കടലയിലോട്ടൊന്ന് ഒഴിക്കുവാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അല്പം മല്ലിയിലും കൂടെ ഇട്ടിട്ടുണ്ട്. അടിപൊളി കടലക്കറി, നല്ല ഗ്രേവിയോട് കൂടിയ കടലക്കറി, തേങ്ങ ഒന്നും ചേർക്കാത്ത അടിപൊളി കടലക്കറി റെഡിയായിട്ടുണ്ട്. ഓക്കെ.